നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാടകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരുപാട് നാളായി കാടകളെക്കുറിച്ച് സംസാരിക്കണം എന്ന് പല ആളുകളും ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ ഞാൻ തന്നെ ആഗ്രഹിക്കുന്നുണ്ട് കാടകളെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന്. പക്ഷേ അത് ഇന്നാണ് സാഹചര്യം ഒരുങ്ങിയത്. നമ്മൾ ഇപ്പോൾ കോഴികളെക്കുറിച്ച് പല വിഷയങ്ങളിങ്ങനെ ചർച്ച ചെയ്തു പോകുമ്പോൾ കാടകളിലേക്ക് എത്താനുള്ളൊരു സമയം കിട്ടാത്തത് കൊണ്ട് ആണ് ഇപ്പോൾ അങ്ങനെ സംഭവിച്ചത്. ഏതായാലും നമുക്ക് ഇന്ന് ആ ഒരു കാടയിലെ ടോപ്പിക്ക് നമ്മൾ ആരംഭിക്കുകയാണ്. കാടകൾ വളർത്തലിനെ കുറിച്ചുള്ള ഓരോ വിഷയങ്ങളും നമ്മൾ ഇനി ഓരോ ദിവസങ്ങളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ സാധിക്കും എന്ന് കരുതുന്നു. ഏതായാലും നമുക്കിന്നൊരു ബേസിക്കായിട്ട് കാട വളർത്തൽ എന്തായാലും തുടങ്ങുന്ന ആളുകൾക്ക് ഒരു ബേസിക്കായിട്ടുള്ള ഒരു അടിസ്ഥാനം, ശരിക്കും ഒരു മോട്ടിവേഷൻ എന്തായാലും ആവശ്യമാണ്. ഒരു മോട്ടിവേഷൻ എന്നത് ഞാൻ ഉദ്ദേശിച്ചത് എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾക്കോട് പറയാൻ ആഗ്രഹിക്കുന്ന ചില വസ്തുതകളാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊരു പോൾട്രിയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതലൊരു പ്രശ്നമായിട്ട് വരുന്നത് ബേസിക്കായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അധികമാണ്. അതുപോലെ തന്നെ ഒരു നഷ്ടസാധ്യത കൂടുതലുള്ള മേഖലയാണോ, നഷ്ടം വരുമോ എന്നുള്ള പേടിയും ഒക്കെയുണ്ട്. അതുപോലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ്, ഒരു മുട്ടയാണേലും ഇറച്ചിയാണേലും ഒന്ന് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം, ആ മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു രീതി വ്യത്യസ്തമായിട്ട്. ഇപ്പോൾ നമ്മൾ കോഴികളെ വളർത്തുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും വലിയൊരു പ്രോബ്ലം മുട്ട സെയിൽ ചെയ്യുക. ആ മുട്ട നമുക്ക് സെയിൽ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു മേഖല മുട്ടയായിട്ട് നമുക്ക് സെയിൽ ചെയ്യാം, അത്ര മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ. പക്ഷേ നമുക്ക് വേറെ ഒരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകളായിട്ട് മുട്ടയെ കൺവേർട്ട് ചെയ്ത് നമുക്ക് സെയിൽ ചെയ്യാൻ കഴിയില്ല. അതൊരു വലിയ വിഷയമാണ്. കോഴികളുടെ മുട്ടയ്ക്ക് ഡിമാൻഡ് ഇല്ല എന്നല്ല പറഞ്ഞു വരുന്നത്. ആ ഒരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റായിട്ട് നമുക്ക് ഈ മുട്ടയെ കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല. പക്ഷേ കാടകളെ വളർത്തുക എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയൊരു ബിസിനസ് സാധ്യതയും തുടക്കക്കാർക്ക് ഏറ്റവും കോൺഫിഡൻസ് ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് സാധ്യതയാണ്. നിങ്ങൾക്ക് 500 കാടകളെ അല്ലെങ്കിൽ 1000 കാടകളെ നിങ്ങൾ വളർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 45,000 രൂപ നിങ്ങൾക്കൊരു മാസം വരുമാനം ലഭിക്കുമെങ്കിൽ ആ ഒരു ബിസിനസ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ബിസിനസ് കൺസെപ്റ്റാണ്. കാരണം ഈ 45,000 രൂപ നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നത് നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബായിട്ട് മാത്രം ചെയ്താൽ മതിയാകും. ഒരു പാർട്ട് ടൈം ജോബായിട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഫുൾ ടൈം ഫാർമറായിട്ട് നിലനിൽക്കേണ്ട എന്നർത്ഥം. നിങ്ങൾക്ക് മറ്റേതെങ്കിലും ജോലിയുണ്ട്, ഇപ്പം നിങ്ങൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മറ്റൊരു പാർട്ട് ടൈമായിട്ട് നിങ്ങൾക്ക് വല്ല പ്ലംബറാണ്, ഇലക്ട്രീഷ്യനാണ്, മറ്റേതെങ്കിലും കൂലിപ്പണി ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ മേശരിയാണ്, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു ദിവസം രാവിലെ ഒരു അരമണിക്കൂർ, വൈകിട്ട് ഒരു അരമണിക്കൂർ ചിലവാക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈഡ് പാർട്ട് ടൈം ജോബായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ബിസിനസ് സാധ്യതയാണ് ഈ കാട വളർത്തൽ എന്ന് പറയുന്ന ആ ഒരു ബിസിനസ് കൺസെപ്റ്റ്. അതൊരു ബിസിനസ്സാണ്. കൃഷി എന്നതിലുപരി അതൊരു ബിസിനസ്സായിട്ട് നമ്മൾ കണ്ട് മുമ്പോട്ട് പോയാൽ തീർച്ചയായിട്ടും അതൊരു വിജയം ലഭിക്കുക തന്നെ ചെയ്യും. നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരു ആ ഒരു വാക്ക് തന്നെ നിങ്ങൾ ഡിക്ഷണറിയിൽ നിന്നോ നിങ്ങളുടെ മനസ്സിൽ നിന്നോ എടുത്ത് കളഞ്ഞതിന് ശേഷം നിങ്ങൾക്കെല്ലാം ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് സമയം കണ്ടെത്താൻ കഴിയും. ഞാൻ പുറത്ത് വേസ്റ്റായി ചിലവാക്കുന്ന സമയത്ത് നിന്നും ഒരു അരമണിക്കൂർ ഇതിനു വേണ്ടി ചിലവാക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാസം നല്ലൊരു ഇൻകം ലഭിക്കുന്ന ഒരു ബിസിനസ്സാണ്. ആ ഒരു ബിസിനസ്സിൻ്റെ സാധ്യതകളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അതിനുശേഷം വരുന്ന വീഡിയോകളിൽ അതിനെ വളർത്തേണ്ട എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും ഞാൻ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് നൽകുന്നതുമായിരിക്കും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ്, ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞത് എന്താണ്, നഷ്ടസാധ്യത വളരെ കുറഞ്ഞൊരു ബിസിനസ് മേഖലയാണ് എന്നാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞത്. എങ്ങനെയാണ് നഷ്ടസാധ്യത കുറഞ്ഞത് എന്ന് പറയുന്നത്? ഓരോ ഫാമിലും നമുക്ക് നഷ്ടം സംഭവിക്കുന്നത് 2-3 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമുക്ക് മാർക്കറ്റിംഗ് പ്രോബ്ലം. ഒന്നാമത്തെ വിഷയം മാർക്കറ്റിംഗ് പ്രോബ്ലമാണ്. രണ്ടാമത് കാടകളുടെ മോർട്ടാലിറ്റി. മൂന്നാമത് കാടകൾക്ക് വരുന്ന അസുഖം. നാലാമത് തീറ്റ ചെലവ് കൂടുക. അഞ്ചാമത് ബേസിക് ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ 5 കാര്യങ്ങൾ കൊണ്ടാണ് ഒരു ഫാമിങ് എപ്പോഴും നഷ്ടം സംഭവിക്കുക. ഈ 5 കാര്യങ്ങൾ കൊണ്ട്, അത് ഏത് ഫാമിംഗ് ആണെങ്കിലും, അത് ഡയറി ഫാമിംഗ് ആയിക്കോട്ടെ, പോൾട്രി ഫാമിംഗ് ആയിക്കോട്ടെ, അല്ലാതെ നമ്മുടെ കാർഷിക വൃത്തിയിൽ എന്തുമായിക്കോട്ടെ, ഇതെല്ലാം സംഭവിക്കുന്നത് 5 കാര്യങ്ങൾ കൊണ്ടാണ്. പക്ഷേ ഈ 5 കാര്യങ്ങളും വളരെ ഈസിയായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഫാമിംഗ് മേഖലയാണ് കാട വളർത്തൽ. ഒന്നാമത്തത് ഇതിൻ്റെ മാർക്കറ്റിംഗ് തന്നെ ഫസ്റ്റായിട്ട് ഞാൻ പറയാം. ഈ മുട്ടയ്ക്ക് ഏറ്റവും നല്ലൊരു മാർക്കറ്റ് ഉള്ളൊരു സമയമാണിപ്പോൾ. അത് കാട മുട്ട മാത്രമല്ല, കാട ഇറച്ചിയാണേലും ഒക്കെ നല്ല മാർക്കറ്റാണ്. ഇപ്പോൾ കിട്ടാനില്ലാത്തൊരവസ്ഥ. ലോക്ക്ഡൗൺ തുടങ്ങി കഴിഞ്ഞ ജൂൺ മാസം മുതൽ ഇതുവരെ കണക്കഴിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ കാടമുട്ടയുടെ ലഭ്യത 60% കുറഞ്ഞു. 60% കുറഞ്ഞു. ബാക്കിപ്പോൾ 40% മാത്രമേ കേരളത്തിൽ കാടമുട്ടയുടെ ലഭ്യതയുള്ളൂ. അത്രയ്ക്കും വളരെ ഷോർട്ടാണ് ഇപ്പോൾ കാടമുട്ടയ്ക്കുള്ളത്. നമുക്ക് കാടമുട്ടയും കാട ഇറച്ചിയും നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ കഴിയും. നമുക്കൊരു കോഴിമുട്ടയാണെങ്കിൽ ആ കോഴിമുട്ട നമുക്ക് ആ ഒരു രീതിയിൽ മാത്രമേ ചെയ്യാൻ കഴിയൂ എന്ന് ഞാൻ പറഞ്ഞു. ആ മുട്ട എന്ന ആ ലെവലിൽ മാത്രമേ നമുക്ക് വിൽക്കാൻ കഴിയൂ. പക്ഷേ കാടമുട്ട എന്ന് പറയുന്നത് വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകളായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് വിൽക്കുവാൻ കഴിയും. ഒന്നാമത്തെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത് നമുക്ക് അച്ചാറായിട്ട് കൺവേർട്ട് ചെയ്ത് വിൽക്കാൻ കഴിയും.
അത് ഏത് രീതിയിൽ വേണമെങ്കിലും പല രീതിയിൽ നമുക്ക് അച്ചാറുകളാക്കി കൺവെർട്ട് ചെയ്ത് വിൽക്കാൻ കഴിയും. രണ്ടാമത് മുട്ടയായിട്ട് നമുക്ക് കൺവെർട്ട് ചെയ്ത് വിൽക്കാൻ കഴിയും. നാലാമത് ഇതിനെ പുഴുങ്ങി നമുക്ക് തട്ടുകടകളിലും മറ്റ് ഏരിയകളിലും നമുക്ക് ഇതിനെ സെയിൽ ചെയ്യാൻ കഴിയും. അങ്ങനെ പല തട്ടുകടകളിലും സെയിൽ ചെയ്ത് പല രീതിയിൽ നമുക്ക് ഇതിനെ സെയിൽ ചെയ്ത് നമുക്ക് മാർക്കറ്റിങ്ങിന് യാതൊരു പ്രോബ്ലവും ഇല്ല. അത് മാർക്കറ്റ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് സാധാരണ ലൂസായിട്ട് കൊടുക്കാം, പാക്കറ്റ് ചെയ്ത് കൊടുക്കാം, ബ്രാൻഡ് ചെയ്ത് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്കത് കൺവെർട്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ കഴിയും. അതിന് ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഓരോ കാര്യങ്ങളും ഞാൻ വ്യക്തമായിട്ട് പിന്നീട് വരുന്ന വീഡിയോകളിൽ നിങ്ങൾക്ക് പറയാം. എങ്ങനെയാണ് ഓരോ വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുക. അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ തന്നെ നമുക്ക് ചെയ്ത് ഒരു കുക്കിംഗ് വീഡിയോ തന്നെയൊക്കെ നമുക്ക് ചെയ്ത് നിങ്ങളെ പഠിപ്പിക്കാൻ കഴിയും. തീർച്ചയായിട്ടും ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ ചാനലിലൂടെ. അപ്പോൾ അങ്ങനെ നമുക്ക് അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് യാതൊരു പ്രോബ്ലവും വരാത്ത രീതിയിൽ ചെയ്യും. കാരണം മാർക്കറ്റിങ്ങിന് പ്രോബ്ലം വരില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് വാങ്ങും എന്ന് കരുതി ആരും ഇരിക്കരുത്. കാരണം എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ പഠിച്ചൊരു പാഠമുണ്ട്, പടച്ചോൻ്റെ ചോറെന്ന് പറയുന്ന ഉറൂബിൻ്റെ ഒരു പുസ്തകം, ഉറൂബിൻ്റെ ഒരു കഥ. ആ കഥയിൽ പറയുന്നത് പോലെ എല്ലാം പടച്ചോൻ കൊണ്ട് തരും എന്ന് വിചാരിച്ച് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരും ഒരു പടച്ചോനും കൊണ്ട് തരില്ല. നിങ്ങൾ ഇതിനുവേണ്ടി വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിയും എന്നൊരു മേന്മയാണ് ഇതിൻ്റെ ഓരോ. അതുപോലെ തന്നെ ഇറച്ചി നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ കൺവെർട്ട് ചെയ്യാം. അതിന് നമുക്ക് കോഴിയിറച്ചി കൺവെർട്ട് ചെയ്യുന്നതിനെക്കാട്ടിയും വളരെ വലിയൊരു ബിസിനസ് സാധ്യതയാണ് ഇതിൻ്റെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾക്ക്. മുട്ടയും ഇറച്ചിയും ഇതിൻ്റെ ഓരോ പ്രോഡക്റ്റുകളും നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിന് പല രീതിയിലുള്ള ലഭ്യതയും വളരെ രീതിയിൽ സ്വീകാര്യതയും ഇന്ന് മാർക്കറ്റിൽ ഉണ്ട്. മറ്റൊന്ന് നമുക്ക് തീറ്റച്ചെലവ് എന്ന് പറയുന്നത് നമുക്കിതിന് 30-35 ഗ്രാം മാത്രം തീറ്റ മതി. ഒരു കോഴിക്ക് ഒരു ദിവസം ചിലവാകുന്ന തുകയുടെ 1/4 മതി ഒരു കാടയ്ക്ക്. പക്ഷേ കോഴികൾക്ക് ലഭിക്കുന്ന ഒരു കോഴിമുട്ടയിൽ നിന്ന് ലഭിക്കുന്നത് നമുക്ക് 2 രൂപ മാത്രമേ നമുക്കൊരു കോഴിമുട്ടയിൽ നിന്ന് ഒരു ദിവസം നമുക്ക് വരുമാനം ലഭിക്കൂ. പക്ഷേ കാടമുട്ടയിൽ നിന്ന് ലഭിക്കുന്ന 1 രൂപ 30 പൈസയാണ് ഒരു കാടയിൽ നിന്ന് ഒരു മുട്ടയിൽ നിന്ന് നമുക്ക് ലാഭം ലഭിക്കുക. ഒരു 100 കാടകൾ വളർത്തിയാൽ 80-85 മുട്ടകൾ ഡെഫിനറ്റായിട്ട് നമുക്ക് കാടകളിൽ നിന്ന് ലഭിച്ചിരിക്കും. അത് ജപ്പാൻ ഗൂൾസ് ആണോ ലഭിച്ചിരിക്കും, ഒരു പേടിയും വേണ്ട. മറ്റൊന്ന് ഇതൊരു മോർട്ടാലിറ്റി ഒരു കാരണവശാലും ഇതിന് വളരെ കുറവാണ്. മോർട്ടാലിറ്റി എന്ന് പറയുന്ന സാധനം വളരെ കുറവാണ്. അത് നമ്മുടെ ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് സംഭവിക്കുന്നതല്ലാതെ ഇതിന് അങ്ങനെ ഒരു പ്രത്യേക അസുഖങ്ങളൊന്നും വരാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം ഇതിന് വളരെയധികം രോഗപ്രതിരോധ ശേഷിയുള്ള പക്ഷികളാണ് കാടകൾ. അതുകൊണ്ട് തന്നെ ഇതിന് വളരെയധികം ഇതിൻ്റെ ഫിസിക്കലി നല്ല ബോഡി ഫിറ്റായിരിക്കും. അതും മോർട്ടാലിറ്റി വരുന്നത് ഞാൻ പറഞ്ഞു, നമ്മളെ ചെറിയ മിസ്റ്റേക്കുകൾ കൊണ്ട് മാത്രമേ മോർട്ടാലിറ്റി അസുഖങ്ങൾ വരൂ. അത് നമ്മൾ ചെറിയ രീതിയിൽ ഒരു ദിവസം ഒരു അരമണിക്കൂർ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ഒന്നാം തരം സൂപ്പർ ബിസിനസ് സാധ്യതയാണ് കാട വളർത്തലുള്ളത്. അതുപോലെ തന്നെ മറ്റൊന്ന് ബേസിക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. ബേസിക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് വളരെ കുറച്ച് മതി എന്ന് പറയാൻ കാരണം 100 കോഴികൾക്ക് വേണ്ടി ചിലവാക്കുന്ന തുക മാത്രം മതിയാകും 1000 കാടകൾക്ക്. അത്രയും സ്ഥലപരിമിതി മതി, അത്രയും തുക ഇൻവെസ്റ്റ് ചെയ്താൽ മതി, അത്രയും സമയവും മതി. അപ്പോൾ 100 കോഴികളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾക്ക് 160 രൂപ നിങ്ങൾക്ക് ലഭിക്കുമെങ്കിൽ 1000 കാടകൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന തുകയെന്ന് പറയുന്നത് 1200 രൂപ 1500 രൂപ വരെയാണ്. അവിടെയാണ് കാട വളർത്തലിൻ്റെ ഏറ്റവും വലിയൊരു ബിസിനസ് സാധ്യത. ഈ സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം നിങ്ങളെല്ലാവരും ഈ രംഗത്തേക്ക് ഇറങ്ങാൻ. കാരണം നമുക്ക് നടക്കാൻ കഴിയില്ല, അത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു സാധ്യതയും ഇതിനകത്തില്ല. കാരണം നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറയാൻ നമുക്കൊരു എക്സ്ക്യൂസ് പറയാൻ കഴിയുന്ന ഒരു മൈനസ് പോയിൻറ്റും ഈ ഒരു രംഗത്തില്ല എന്നതാണ് കാട വളർത്തലിൻ്റെ ഏറ്റവും വലിയൊരു മേന്മ. ഇതിന് പിന്നെ മറ്റൊരു ബിസിനസ് സാധ്യതയുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഹാച്ച് ചെയ്ത് വിരിയിക്കാം, ഹാച്ച് ചെയ്ത് നിങ്ങൾക്ക് വിൽക്കാം. കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ഡിമാൻഡാണ്. ഹാച്ച് ചെയ്ത് വിറ്റാലും അവിടെയുണ്ട് പലതരത്തിലുള്ള ബിസിനസ് സാധ്യതകളും ഇതിൻ്റെ മാർക്കറ്റിംഗ് രീതികളും. നിങ്ങൾക്ക് 500 കുഞ്ഞുങ്ങളെ ഹാച്ച് ചെയ്ത് വിരിയിച്ചു കഴിഞ്ഞാൽ 500 കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി ആരും ഇല്ലെങ്കിൽ കൂടി 45 ദിവസം കഴിഞ്ഞാൽ അത് ഇറച്ചിയായിട്ട് നിങ്ങൾക്ക് വിൽക്കാൻ കഴിയും. അല്ലെങ്കിൽ അതിനെ ഫീമെയിലിനെയും തിരിച്ചിട്ട് നിങ്ങൾക്ക് 2 രീതിയിൽ അതിനെ മെയിലിനെയും ഫീമെയിലിനെയുമായിട്ട് നിങ്ങൾക്ക് വിൽക്കാൻ കഴിയും. 40 രൂപ 45 രൂപയാണ് 2 ആഴ്ച 3 ആഴ്ച പ്രായമായ കാടകൾക്ക് വിലയുള്ളത്. അപ്പോൾ ആ രീതിയിലും നിങ്ങൾക്ക് വളരെയധികം ബിസിനസ് സാധ്യതയുള്ള ഒരു മേഖലയാണ് കാട വളർത്തൽ. അപ്പോൾ കാട വളർത്തലിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരുപാട് ചെറിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുവാനുണ്ട്. ആ കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഏതായാലും ഈ ഒരു ബിസിനസ് സാധ്യത നിങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് കാട വളർത്തലിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ആ രംഗത്തേക്ക് കടന്നു വരുവാൻ എന്ത് സഹായമാണ് എൻ്റെ ഈ ചാനലിൽ നിന്ന് വേണ്ടത് എന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഡിസ്ക്രിപ്ഷനിൽ രേഖപ്പെടുത്തുക മാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുകയും അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ആക്കി ആളെന്നാക്കിയാൽ എൻ്റെ എല്ലാ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അതുവഴി എൻ്റെ എല്ലാവിധ വീഡിയോയും നിങ്ങൾക്ക് ആദ്യം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്ന വഴി നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ആദ്യം ലഭിക്കുകയും അതിൻ്റെ സംശയങ്ങൾ ആദ്യം ചോദിക്കുക വഴി നിങ്ങൾക്ക് അതിൻ്റെ സംശയങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള സാഹചര്യം ഒരുങ്ങുകയും ചെയ്യും.
കൂടാതെ നിങ്ങൾക്ക് കാട വളർത്തലിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, വളരെയധികം ലാഭമായതും വളരെയധികം റിസ്ക് കുറഞ്ഞതുമായ ഒരു ജോബാണ്, അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ബിസിനസ്സാണെന്ന് പറഞ്ഞു. പക്ഷേ ഏതൊരു ബിസിനസ് തുടങ്ങുന്നതിനും അതിൻ്റേതായിട്ടുള്ളൊരു സ്റ്റൈലുണ്ട്. നമ്മളിപ്പോൾ ഒരു ചെറിയൊരു കപ്പലണ്ടി കച്ചവടം ചെയ്യുകയാണെങ്കിലും അതിൻ്റേതായിട്ട് പഠിക്കാനുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ കപ്പലണ്ടി നമ്മൾ ഇടുന്ന മണ്ണിൻ്റെ ചൂട്, അതുപോലെ തന്നെ സ്റ്റൗ കത്തുന്ന രീതി, അതുപോലെ ഇതിനകത്തിടുന്ന കപ്പലണ്ടിയുടെ അളവ്, അത് എത്രത്തോളം അത് ബോയിലാകണം തുടങ്ങിയ അളവുകളൊക്കെ കാര്യങ്ങൾ ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ ഒരു കപ്പലണ്ടി കച്ചവടം പോലും വിജയിക്കൂ. അതുപോലെ തന്നെയാണ് നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫാമിങ്ങിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു ഫാമിങ്ങിനെ കുറിച്ച് ബേസിക്കായിട്ട് നിങ്ങൾ അറിയേണ്ട പല കാര്യങ്ങളുമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ദയവായി പഠിച്ചതിന് ശേഷം മാത്രം രംഗത്തേക്ക് ഇറങ്ങുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പറയാം, ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ എടുത്തു ചാടി കുറേ കാടകളെ വാങ്ങി വളർത്തി നിങ്ങൾക്ക് വലിയൊരു കോടീശ്വരനാകാം എന്നൊരു വിചാരിക്കുക. അല്ലെങ്കിൽ ഒരു മാസം ഒരു 45,000 രൂപ കിട്ടുമെന്ന് ആ ചാനലിലൂടെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഒരു കാരണവശാലും ഇറങ്ങരുത്. അപ്പം വരും വീഡിയോകളെല്ലാം നിങ്ങൾ നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ഈ രംഗത്തേക്ക് ഇറങ്ങുക. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പറഞ്ഞു തരാൻ ഞാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് എന്താണോ അറിയേണ്ടത്. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി കാടകളുണ്ട്. ഒരു കാടകൾ മാത്രമല്ല, ഒരുപാട് വെറൈറ്റി കാടകളുണ്ട്. ഈ കാടകളെക്കുറിച്ചെല്ലാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ ജപ്പാൻ ക്യൂൽസ് എന്ന് പറയുന്ന ഈ ഒരു ക്യൂൽസ് തന്നെ പല രീതിയിൽ പല ആളുകൾ അവതരിപ്പിക്കുന്നുണ്ട്. അത്തരം ചതികളെക്കുറിച്ച് നമുക്ക് സംസാരിക്കണം. അപ്പോൾ കാടകളെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാനുണ്ട്. അപ്പോൾ ആ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. പുതിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.